പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം അഥവാ JCNDSD ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സഹോദരന്മാരെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ക്രിസ്തീയ ആത്മീയ ലോകത്തിൽ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളിൽ ഒന്നായ ട്രിനിറ്റി, ദൈവത്തിന്റെ ത്രിയേകത്തെ സംബന്ധിച്ച് പെന്തക്കോസ്ത് പണ്ഡിതന്മാരുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവെഴുത്തുകൾ പ്രകാരമുള്ള ദൈവത്തിന്റെ അസ്തിത്വം, ദൈവം ഏകനോ ത്രിയേകനോ എന്നുള്ള വിഷയം കാലാകാലങ്ങളായി വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. ബൈബിളിൽ നാം കാണുന്ന സഭയിൽ എവിടെയും ദൈവം മൂന്ന് ആളത്തങ്ങളിൽ ഒരു സാരാംശത്തിലുള്ള ദൈവമാണ് എന്ന് ഈ പണ്ഡിതന്മാരുടെ വേർഷനുകളിൽ കാണുന്നത് പോലെ കാണാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം ഏകനാണ് എന്ന് മാത്രമേ നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാനും പഠിക്കുവാനും കഴിയുന്നുള്ളൂ. എന്നാൽ ഇന്ന് കത്തോലിക്ക സഭ മുതൽ എല്ലാ പട്ടത്ത സഭകളും ഒപ്പം പ്രൊട്ടസ്റ്റന്റ് സഭകളും ഒരുപോലെ ദൈവം ത്രിയേകൻ എന്നും അല്ലെങ്കിൽ ദൈവത്തിന് ഒരു മൂന്ന് ആളത്തങ്ങൾ ഉണ്ടെന്നും പഠിപ്പിക്കുന്ന ഒരു വിഷയം നമുക്ക് ഉണ്ട്. അത് നിരന്തരമായി ഉത്തരം കിട്ടാത്ത ചോദ്യമായി സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള പരിജ്ഞാനം ലഭിച്ച അപൂർവമായ ദൈവമക്കൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവം ഏകനായിരിക്കുന്നു എന്നുള്ള ആ സത്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിരുവെഴുത്തുകൾ പ്രകാരം പ്രസ്താവിച്ചു പോന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലും ഞങ്ങളുടെ തന്നെ ഉള്ള ഫേസ്ബുക്കിന്റെ പേജിലും ഒപ്പം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളും പ്രസംഗങ്ങളും ചെയ്തു തുടങ്ങിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും കഴിഞ്ഞ 7-8 വർഷങ്ങളായി ഞങ്ങൾ സംസാരിച്ചു പോരുന്നത് അപ്പോസ്തോലിക ഉപദേശത്തിന് പ്രകാരമുള്ള ആദ്യത്തെ ദൈവസഭ ദൈവത്തെ സംബന്ധിച്ചും രക്ഷയെ സംബന്ധിച്ചും സ്നാനത്തെ സംബന്ധിച്ചും അറിയിച്ചിട്ടുള്ള സത്യങ്ങളെ പ്രഘോഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ദൈവത്തിൽ നിന്ന് ലഭിച്ചത് ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലും വളരെ അധികം പിന്നോട്ട് പോകാതെ വളരെ റീസെന്റ് ബഹുമാനപ്പെട്ട പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ട്രിനിറ്റിയെ സംബന്ധിച്ച് ചെയ്ത ഒരു വീഡിയോയെ ആസ്പദമാക്കിക്കൊണ്ട് അതിൽ ചില ഭാഗങ്ങൾ സമയപരിമിതി മൂലം വളരെ ചെറിയ ചുരുക്കമായ ചില ഭാഗങ്ങൾ മാത്രം ഓൺ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനായിട്ട് ഞങ്ങൾ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയുടെ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ പ്ലേ ചെയ്യുന്നതും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ്. ബഹുമാന്യ ശ്രോതാക്കൾ ഞങ്ങളുടെ ഈ വീഡിയോ അവസാനം വരെ കാണുകയും നിങ്ങളുടെ കമന്റുകൾ, അഭിപ്രായങ്ങൾ അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ മര്യാദയുള്ള സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുകയും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ ചാനലിൽ നിങ്ങളുടെ കമന്റ് എഴുതിയിടുകയും ചെയ്താൽ വ്യക്തിപരമായിട്ടും വീഡിയോയിലൂടെയും നിങ്ങൾക്ക് മറുപടി പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. ട്രിനിറ്റേറിയൻ്റെ വിശ്വാസം അനുസരിച്ച് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആ ശരി എക്സ്പ്ലനേഷൻ തിയററ്റിക്കലി പറഞ്ഞാൽ God the Father, God the Son and God the Holy Spirit. Thus, three hypostases. God the Father one hypostasis ആണ്. നമുക്കതിനൊരു വ്യക്തിയെന്നോ ഒക്കെ വ്യാഖ്യാനം കൊടുക്കാം. 3 hypostases in one ousia, OUSIA, ഉസിയ. അതിൻ്റെ അർത്ഥം സാരാംശം. ഗ്രീക്ക് വേർഡ് അതാണ്. അപ്പോൾ 1 ഒസിയ 3 ഹൈപ്പോസ്റ്റാസിസ്. 3 ഹൈപ്പോസ്റ്റാസിസ്
ഒരു സാരാംശത്തിൽ നിൽക്കുന്നു. അങ്ങനെയാണ് ട്രിനിറ്റിയെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റലായ ഫെയ്ത്ത്. അതിന് വിപരീതമായ ഫെയ്ത്ത് ഒന്നും ട്രിനിറ്റിയുടെ അല്ല. ഇതിനിടയ്ക്ക് ചിലതരം വാദങ്ങൾ ഉയരാറുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? യേശുവിനെക്കുറിച്ചുള്ള ചില പരാമർശം ഞാനോർത്ത് നിങ്ങൾ ആരെങ്കിലും ചില പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. ആരാണ് ക്രിസ്തു എന്നതിന് അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം ഉള്ളതായി. അപ്പോൾ ക്രിസ്തു ആരാണ്? ആദ്യ ജാതൻ. അപ്പോൾ ക്രിസ്തുവിനൊരു ആരംഭം ഉണ്ടെന്ന് തോന്നിപ്പോവും. ക്രിസ്തു ആദ്യജാതൻ. കപട സാക്ഷികളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നൊരു കാര്യം, ഹോളി സ്പിരിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊന്ന് തീർക്കാം. ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണെന്നാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി. കർത്താവ് സൃഷ്ടിയാണ്. അതാണ് അവരുടെ വാദം. കർത്താവ് സൃഷ്ടിയാണോ? യേശു സൃഷ്ടിയാണോ? അല്ല. അപ്പം സൃഷ്ടിയാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിന് അവരുപയോഗിക്കുന്ന ഒരു വേദഭാഗം ഞാൻ തരാം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാം. സദൃശം 8. വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. പാനലിൽ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് വിൽസൺ ബെഞ്ചമിൻ ബ്രദറാണ്. അല്പസമയത്തിനുള്ളിൽ പാസ്റ്റർ KJ ജോയി അവരുടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്റെ ചോദ്യം, ഇവിടെ അദ്ദേഹം പറയുന്നത് കേവലം അദ്ദേഹം മാത്രമല്ല, പെന്തക്കോസ്തൽ ഉപദേശത്തിന്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവത്തിൽ 3 ആളത്തങ്ങളുണ്ട്. പണ്ഡിതന്മാരാണ് ഈ ഹൈപ്പോസ്റ്റാറ്റിസും ഓസിയയും ഒക്കെ ധാരാളമായിട്ട് ചർച്ച ചെയ്യാറുള്ളത്. പനൽക്കൊടിത്തോട്ടം എന്നൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു വേദപണ്ഡിതനായതുകൊണ്ട് അദ്ദേഹം ഗ്രീക്കിൽ നിന്നും ട്രിനിറ്റിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഹൈപ്പോസ്റ്റാറ്റിസും ഓസിയയും എടുത്തുകൊണ്ട് വന്നുവെങ്കിലും മലയാളികളായ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായത് സാരാംശത്തിൽ ഏകനും ആളത്തങ്ങളിൽ 3ആയി വ്യാപരിക്കുന്നവനുമായ ദൈവത്തെ സംബന്ധിച്ചാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരം ഒരു ഉപദേശം 1-ാം നൂറ്റാണ്ടിലെ സഭകളിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോസ്തലന്മാരുടെ യേശുക്രിസ്തുവിന്റെ നിന്നും നേരിട്ട് അപ്പോസ്തലത്വം സ്വീകരിച്ചവരും യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ചവരും യേശുക്രിസ്തുവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവരും ആയ കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരും പിന്നീട് അപ്പോസ്തലത്വം കർത്താവിൽ നിന്ന് പ്രാപിച്ച വിശുദ്ധ പൗലോസും അവര് രേഖപ്പെടുത്തിയിട്ടുള്ളതായി നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള 4 സുവിശേഷങ്ങളുടെ ഭാഗങ്ങളും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളും ഈ പുസ്തകങ്ങളിൽ എവിടെയും ട്രിനിറ്റി ഉള്ളതായിട്ടോ ദൈവം ത്രിയേകനാണെന്നോ പ്രതിപാദിക്കുന്ന ഒരു ഭാഗവും ഇന്നുവരെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു, ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഗോഡ് ദ ഫാദർ എന്ന് കാണാം. പക്ഷെ എവിടെയും ഗോഡ് ദ സൺ എന്നോ ഗോഡ് ദ ഹോളി സ്പിരിറ്റ് എന്നോ അല്ലെങ്കിൽ പുത്രനായ ദൈവമെന്നോ പരിശുദ്ധാത്മാവായ ദൈവമെന്നോ ഒരു പ്രതിപാദന വിഷയമില്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലാതിരിക്കെ ഈ അനിൽക്കൊടിത്തോട്ടത്തെ പോലുള്ള ആളുകൾ ഇല്ലാത്തൊരു കാര്യത്തെ ഇത്തരത്തിൽ പ്രസ്താവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയുള്ളൊരു ഉപദേശം കെട്ടിച്ചമച്ചുണ്ടാക്കി? ആദ്യത്തെ സഭയിൽ ഇല്ലാത്തൊരു ഉപദേശം എങ്ങനെ
ദൈവസഭ എന്ന് പറയുന്ന ഈ വിശ്വാസ പ്രമാണത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് പെന്തക്കോസ്ത് വരെ കിടക്കുന്ന ഈ വലിയ ഒരു എന്താ പറയാ ക്രിസ്തീയ സമൂഹത്തിനിടയിൽ ഈ ഉപദേശം ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വാസ്തവത്തിൽ ദൈവമാണോ, അതോ ദൈവത്തിന് എതിരായി നമ്മൾ പറയുന്ന പിശാചാണോ? ഈ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗങ്ങളെ സംബന്ധിച്ച് ബ്രദറിന് മനസ്സിലാക്കിയിടത്തോളം എന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് വേണ്ട ഇത് സമ്മറി ആയിട്ട് എടുത്ത് ഒരു സമ്മറൈസ് ചെയ്തിട്ട് ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം. ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നല്ലൊരു ചോദ്യമാണ്. നമ്മൾ കാണുമ്പോൾ ഇന്ന് ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പറയുന്നത്. ഭൂരിപക്ഷം വിശ്വസിക്കുന്നു എന്നത് അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മൾ മാറുന്നില്ല. പക്ഷേ നമ്മൾ കാണുന്നു ഭൂരിപക്ഷം ഇസ്രായേലിൽ എല്ലാവരും തെറ്റിപ്പോയി എന്ന് തന്നെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഭൂരിപക്ഷം അതുകൊണ്ട് നമുക്കൊരു വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചോളം വചനം എന്തു പറയുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അത് കാരണമാണ് തനിച്ച് നിന്നാലും ശരിയായ സ്ഥലത്ത് നിൽക്കുക എന്നുള്ള ആ ഒരു ഫീലിംഗ് കർത്താവ് എന്നും നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ പുത്രൻ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് എല്ലാവരും ചോദിക്കുന്നത്. പുത്രൻ എന്നത് ദൈവത്തിന് പല പുത്രന്മാരുണ്ട് എന്നുള്ള വിഷയം നമുക്കറിയാവുന്നതാണ്. ആദാം ദൈവത്തിന്റെ പുത്രനാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നു ശലോമോനെ പറ്റി പറയുന്നു, ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനായിരിക്കും. അപ്പൊ ദൈവപുത്രൻ എന്ന് പറയുക എന്നുള്ള ആ ഹെബ്രായ പദം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ ജാതികൾ കാണുന്നത് പോലെയല്ല വചനം കാണുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുപോലെ ദൈവം യെശയ്യാവിൽ പറയുന്നു, അല്ലയോ ഇസ്രായേലേ, ഞാൻ നിന്റെ പിതാവല്ലയോ എന്ന് പറയുന്നു. അപ്പോൾ പിതാവായിരിക്കെ പിതാവിനുള്ള ബഹുമാനം കൊടുക്കുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ദൈവത്തിന് ഒരു പുത്രൻ അല്ല, അല്ലെങ്കിൽ ഏകപുത്രൻ മാത്രമല്ല എന്നുള്ള കാര്യം നമുക്ക് വചനത്തിൽ നിന്നും മനസ്സിലാവും. ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്നവരെല്ലാവരും ദൈവപുത്രന്മാരാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്നത് ഏകപുത്രൻ എന്നുള്ളത് കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു പുത്രനെ ദൈവത്തിന് ഉള്ളോ, ആ ഒരു പുത്രനാണോ വന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ശരിക്കുമുള്ള ഭാഷയിൽ അതെന്തുകൊണ്ടാണ് നമ്മുടെ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പഠിക്കാത്തത് എന്ന് എനിക്കറിയത്തില്ല. മോനോജീൻസ് എന്നുള്ള ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് വൺ ഇൻ ഹിസ് കൈൻഡ്. അപ്പോൾ ഒരു കൈൻഡ് ഉണ്ട്, അത് ഹ്യൂമൻ കൈൻഡ് ആണ്. ആ ഹ്യൂമൻ കൈൻഡിനകത്ത് ഇതുപോലെ ഒരു പുത്രനെ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ് അതിന് ഗ്രീക്കിനകത്ത് നമുക്ക് ശരിയായ പദം കാണുന്നത്. അല്ലാതെ ഏകപുത്രൻ എന്നുള്ള അല്ലെങ്കിൽ ഈവൻ വൺ ആൻഡ് ഓൺലി സൺ ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ നോക്കുമ്പോൾ വൺ ഓഫ് എ കൈൻഡ് സൺ. അപ്പോൾ പല പുത്രന്മാർ ഇരിക്കെ ആ പുത്രന്മാരിൽ ഈ ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹം സംസാരിച്ചത് ഫസ്റ്റ് ബോണിനെ പറ്റിയാണ് സംസാരിച്ചത്. ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചവൻ എന്ന് തന്നെയാണ് നമ്മൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജനിച്ചവൻ എന്നായിരിക്കണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ക്രിയേഷന് മുമ്പേ ആണോ? നമ്മൾ കാണുന്നു അല്ല. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ഏകദേശം 2000 വർഷത്തിന് മുമ്പേ ആണ്. ആ 2000 വർഷം ആദിയാണോ? അല്ല. അതിന് അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ സന്തതിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വരുന്നത് ജഡപ്രകാരം. അപ്പോൾ ആദ്യം ജനിച്ചവൻ എന്ന് പറയാനും പറ്റത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചത് 2000 വർഷം മുമ്പേ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ ഓവർ ഓൾ ക്രിയേഷൻ. അപ്പോൾ ദൈവം സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് എന്ന നിലയിലാണ് പിതാവ്.
അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയോടനുബന്ധമായിട്ടാണ് അത് പറയുന്നത്. സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം അവന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ പ്രത്യക്ഷപ്പെടുമെന്നും വചനമായിട്ട് പ്രത്യക്ഷപ്പെടുമെന്നും വചനമായിട്ട് ഞാൻ ആ സകലത്തെ സൃഷ്ടിക്കുമെന്നും അവനാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വചനത്താലാണ് സകലവും ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് വചനം ജനിച്ചവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനുമല്ല. അവൻ സൃഷ്ടിക്ക് മുൻപേ സൃഷ്ടാവായ ദൈവം തന്നെയായിരുന്നു. പക്ഷെ അവൻ ഒരു ആത്മീയ വരമായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ദൈവത്വത്തിൽ ഒരു വ്യക്തിത്വം കാണാത്തത് എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനമായ ഒരു വാക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24:25 വാക്യം, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ ദൈവത്തെ പറ്റി എന്തെങ്കിലും കർത്താവായ ദൈവം ആ പഴയ നിയമത്തിൽ ദൈവത്വത്തെ പറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സകലതും നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അതിനകത്ത് പല വാക്യങ്ങളുണ്ട്. ഇസ്രായേലെ കേൾക്കുക, അദ്ദേഹം പറഞ്ഞു ഇസ്രായേലെ കേൾക്ക, യഹോവയായ ദൈവം, യഹോവ ഏകൻ എന്ന് പഴയ നിയമത്തിൽ പറയുന്നു. അത് തന്നെ കർത്താവായ ദൈവം, കർത്താവ് ഏകൻ എന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം യഹോവ ഈസിക്കൽ ടു കർത്താവ്, അല്ലാതെ വേറെ ഒരു കർത്താവ് നമുക്ക് ഇല്ല. നമ്മളെ സംബന്ധിച്ചോളം യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ കർത്താവ്, വേറെ ഒരു കർത്താവില്ല. നമ്മൾ കാണുന്നു സകല പ്രവാചകന്മാർ, അതിൽ മുഖ്യമായിട്ട് നമ്മൾ കാണുന്നു യെശയ്യാവിലും പറയുന്നുണ്ട്, ഹോശേയയിലും പറയുന്നുണ്ട്, ഞാൻ തന്നെ യഹോവ, ഞാൻ തന്നെ ദൈവം, വേറെ ഒരു ദൈവവുമില്ല, എനിക്ക് മുൻപ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, ഞാൻ കഴിഞ്ഞും ഒരു ദൈവം ഉണ്ടായിട്ടില്ല, ഞാൻ അല്ലാതെ വേറെ ഒരു രക്ഷിതാവും ഇല്ല. അപ്പോൾ ഇസ്രായേൽ എന്ന ജനത്തിന്, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു അബ്രഹാമിന്റെ ജഡസന്തതിയായ ഇസ്രായേലും പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നു ആത്മാവാൽ വീണ്ടെടുക്കപ്പെട്ട ജാതികൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സഭയ്ക്ക് വേറെ ഒരു കർത്താവുമില്ല, വേറെ ഒരു ദൈവവുമില്ല, ഒരു ദൈവം തന്നെ ഉള്ളൂ. ആ ദൈവം പിതാവായ ദൈവം തന്നെയാണ്, അവൻ തന്നെയാണ് ഏക രക്ഷിതാവ്. അപ്പോൾ ആ പുത്രൻ എന്താണ്? രക്ഷിതാവ് എന്ന നിലയിൽ ഈ ലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന രക്ഷകൻ, പുത്രന്റെ പദവി അവൻ എടുത്ത് സൃഷ്ടിതാവായ ദൈവം സൃഷ്ടിയുടെ ഭാഗമായി തീർന്ന് ഈ ലോകത്തിൽ കടന്നു വന്ന് രക്ഷയുടെ വേല ചെയ്തതാണ് നമ്മൾ പുത്രൻ എന്ന് കാണുന്നത്. ദൈവം തന്നെ പരിശുദ്ധൻ, ദൈവം മാത്രം പരിശുദ്ധൻ, ദൈവമല്ലാതെ വേറെ ഒരു പരിശുദ്ധനുമില്ല. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെയാണ്, ആ ആത്മാവിന്റെ പല വരങ്ങളാൽ ആ വരുന്ന ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, വേറെ ഒരു ആത്മാവല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ. പുത്രനായി അവൻ രക്ഷിതാവായി ഈ ലോകത്തിൽ കടന്നു വന്നു. പല പുത്രന്മാരും വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നത് ദൈവം അവരിൽ പരിശുദ്ധാത്മാവായി വസിച്ചുകൊണ്ട് തന്നെയാണ് വേല ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. പുത്രനായ ദൈവം എന്നും പരിശുദ്ധാത്മാവായ ദൈവം എന്നുള്ള പ്രയോഗം അത് വചനപ്രകാരമല്ല. അത് ക്രമേണ ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നു മുഖ്യമായിട്ട് യഹൂദന്മാരാണ് ഈ വചനത്തെ എല്ലായിടത്തും കൊണ്ടുപോയത്. രണ്ടാമത്തെ തലമുറയിലായപ്പോഴത്തേക്ക് മിശ്രം ആയി തീർന്നു കാണും, യഹൂദന്മാരും കാണും, ജാതികളും കാണും. പിന്നെ നമ്മൾ കാണുന്നു പതുക്കെ പതുക്കെ പലരിലും വരുന്ന, പല സഭകളിലും വരുന്ന പല തരത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, അതുപോലെ തന്നെ ആ ജാതികളിലുള്ള പല നേതാക്കന്മാർ വന്നപ്പോൾ അവർക്കുണ്ടായ ചില ചിന്തകൾ, അവർ വചനം വായിച്ചപ്പോൾ അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തെ അവർ എടുത്തു പറയുന്നത്. അത് ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും നൂറ്റാണ്ടുകളിൽ അത് രൂപപ്പെടുകയും പിന്നീട്
നിഖ്യ എന്ന ഒരു സ്ഥലത്ത് വെച്ച് കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി അതൊരു ആവശ്യമായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഒരുമിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം മറ്റു ഉള്ളവരെ കൂട്ടിച്ചേർത്തിട്ട് ഒരൊറ്റ വിശ്വാസത്തെ പോലെ രൂപപ്പെടുത്തുവാൻ വേണ്ടി അങ്ങനെ മനുഷ്യന്റെ വ്യവസ്ഥയാൽ ഉണ്ടായ ഒരു കാര്യമാണ് ഈ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് ഞങ്ങൾ അതിനെ കാണുന്നത് ഇങ്ങനെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ നിർത്തുന്നു. താങ്ക് യു. വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ പിതാവായ ദൈവമെന്നും പുത്രനായ ദൈവമെന്നും പരിശുദ്ധാത്മാവായ ദൈവമെന്നുമുള്ള പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വരെയും നിൽക്കുന്ന ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായ ഒരു മറുപടിയാണ് കർത്താവിന്റെ ദാസൻ മുഖാന്തരം ലഭിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് തിരുവഴുത്തുകളെ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും, ഇത് ജാതികളിൽ നിന്ന് ഉളവാക്കപ്പെട്ട സഭ ജാതീയ മേഖലകളിലേക്ക് പടർന്നപ്പോൾ പ്രത്യേകിച്ചും റോമിൽ നിന്നും ആണ് ഈ ഉപദേശങ്ങൾ ആരംഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും റോമിൽ നിന്ന് ആരംഭിക്കപ്പെട്ട ഒരു സഭയുണ്ട്. അന്ന് ആ സഭ ഇന്ന് അവരെ കർത്താവിന്റെ മണവാട്ടി എന്നും പിന്നെ ദൈവത്തിന്റെ പ്രതിപുരുഷൻ വാഴുന്ന ഇടം എന്നൊക്കെ പറഞ്ഞ് അവിടുന്നാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഉപദേശത്തിന്റെ പിതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സംശയമായി നമുക്ക് പറയാൻ കഴിയും, അത് കത്തോലിക്കരാണ്. ആ ഉപദേശം പെന്തക്കോസ്തുകാരും ഇന്ന് വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത. നമുക്ക് അടുത്തൊരു ചോദ്യം. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം 90% ക്രിസ്ത്യാനികളും സ്ക്രീൻ ചെയ്യണം. ഓക്കെ, സ്ക്രീൻ ഇടാം. നീ വധം അങ്ങോട്ട് കൊടുത്തു. അത്തനാസ്യൂസിൻ്റെ മറുപടി രസകരമായിരുന്നു. അദ്ദേഹം കോൺസ്റ്റന്റൈനെ അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു, ഇഫ് ദ ഹോൾ വേൾഡ് ഈസ് അഗെയിൻസ്റ്റ് മീ, ഐ ആം ഓൾസോ അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. ലോകം മൊത്തം എനിക്കെതിരായിക്കോട്ടെ, ഞാനും ലോകത്തിനെതിരാണ്. അങ്ങനെ സഭാചരിത്രത്തിൽ രസകരമായൊരു പഴമൊഴി ഉണ്ടായി, അത്തനാസ്യൂസ് കോൺട്രാ മുൻഡ്രം. അത്തനാസ്യൂസ് ലോകത്തിനെതിര്. രസകരമാണ് അന്നത്തെ വാദമൊക്കെ കേൾക്കാൻ. ഈ വാദം നടന്ന വിഷയം കേട്ടാൽ നമ്മൾക്ക് കൂടുതൽ അത്ഭുതം വരും. പിതാവ് പുത്രനോട് സമനോ സാമ്യനോ എന്നുള്ളതാണ് ചോദ്യം. സമനാണോ സാമ്യനാണോ? ഏതാ ശരി? സമൻ. ഈ സമനോ സാമ്യനോ എന്നതിന് ഗ്രീക്കിലെ ഒരക്ഷരം മതി അത് തെറ്റിപ്പാൻ. ഹോമോസിയോസും ഹോമോ ഔസീസ് ആൻഡ് ഹോമോസീൻ രണ്ട് പദങ്ങളാണ്. അപ്പോൾ ഇതിനകത്തൊരു ഡിഫ്തോങ്, ഒരു സ്വരാക്ഷരം ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്വരാക്ഷരം വന്നാൽ സമനാണെന്നും അത് മാറ്റിക്കഴിഞ്ഞാൽ സാമ്യനാണെന്നും ആവും. അപ്പോൾ 5 വർഷം തർക്കിച്ച് എന്തിനു വേണ്ടിയാന്ന്? ഒരു സ്വരാക്ഷരത്തിന് വേണ്ടിയാണ്. അവിടെ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ചർച്ച് രണ്ടായി പിരിഞ്ഞുപോയി. സഭാചരിത്രകാരനായ യൗസേബിയസ് ഇതേപ്പറ്റി എഴുതി, ഒരു സ്വരാക്ഷരം സഭയെ രണ്ടായി പിളർത്തി. നല്ല വിവരമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ കാര്യം എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ. ഒരു സ്വരാക്ഷരം സഭയെ രണ്ടായി പിളർത്തി. അത്തനാസ്യൂസ് തൊട്ടപ്പെട്ടു പോയി. ട്രിനിറ്റേറിയന്മാർക്ക് ഒരു പുരോഗതി ഉണ്ടായില്ല. പക്ഷെ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞു. അത്തനേഷ്യസ് അതിവേഗത്തിൽ സത്യോപദേശത്തിൻ്റെ ആഴവും പരപ്പും ചികഞ്ഞ് പഠിച്ചവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ ചിത്രം മാറി. ഇന്ന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ 90% ആളുകളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. യൂണിറ്റേറിയൻ.
ഓക്കെ, ന്യൂമറ്റോസ്, PNU, അതാ ന്യൂമറ്റോസ്. ഇതിന് ഹീബ്രുവിൽ പറയുന്ന പേരാണ് റൂഹ, പരിശുദ്ധ റൂഹ. ഓക്കെ, റൂഹ എന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ന്യൂമ എന്ന് ന്യൂ ടെസ്റ്റമെൻറ്റിലും കാണുന്നു പരിശുദ്ധാത്മാവിനെ. അതിന് ആവി, കാറ്റ് എന്നുമൊക്കെയും പരിഭാഷയുണ്ട്. പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണ്? ആദ്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് ശക്തിയാണെന്ന് പറയേണ്ടതില്ല, കാരണം വ്യക്തിക്ക് ശക്തിയുണ്ട്. നമ്മളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ശക്തി മാത്രമായി ചുരുക്കി കണ്ടാൽ ജീവനില്ലാത്തതിനും ശക്തിയുണ്ട്. ഇപ്പോൾ എനർജി എല്ലാം ഇല്ലേ, അതിന് ജീവനില്ലല്ലോ, അത് ശക്തിയല്ലേ. സൂര്യന് ശക്തിയില്ലേ, അന്ന് വരുന്ന എനർജി ലഭിക്കുന്ന ഇടത്തെല്ലാം ശക്തിയുണ്ട്. പക്ഷെ വ്യക്തിക്ക് ശക്തിയുണ്ട്, ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ പരിശുദ്ധാത്മാവിനെ പെർസോണിഫൈ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് പറയാം. ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവൻ സകല സത്യത്തിൽ നിങ്ങളെ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടു ഒരു കാര്യം കൂടെ അദ്ദേഹം അതിനകത്ത് വീഡിയോക്കകത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുത്രൻ ജഡത്തിൽ പ്രത്യക്ഷനായിരുന്നു. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് എടുക്കാം. അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ആ വീഡിയോക്കകത്തുണ്ട്. അദ്ദേഹം പറയുന്നത് പുത്രൻ ജഡത്തിൽ പ്രത്യക്ഷനായെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ പിന്നാലെ പ്ലേ ചെയ്യാം, അതിന് കിട്ടുന്ന മുറയ്ക്ക്. ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സമന്മാരാണ് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ സമത്വത്തിന് വേണ്ടി അതിൽ ഗ്രീക്ക് അക്ഷരമാലയിലെ ഒരു സ്വരാക്ഷരത്തിന് വേണ്ടിയാണ് അവര് പോരാടിയത് എന്ന് പറയുന്നു. സത്യത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ AD 325 കാലഘട്ടങ്ങൾ കോൺസ്റ്റന്റിന്റെ അടുക്കിലേക്ക് ദൈവത്വത്തെ സംബന്ധിച്ച് ഉള്ള വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ 2 വാദങ്ങളാണ് അവിടെ വന്ന് നമുക്കറിയാം. യൂണിറ്റേറിയൻ വാദവും വന്നു, ട്രിനിറ്റേറിയൻ വാദവും വന്നു. ഈ 2 വാദവും തിരുവെഴുത്തുകൾ പ്രകാരം പരിശോധിച്ചാൽ 2 വാദവും അപ്പസ്തോലികമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, പിൽക്കാലത്ത് യൂണിറ്റേറിയൻ വാദം മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ അതിന്റെ വക്താക്കളായിട്ട് നമ്മൾ നിൽക്കുന്നത് യാവേ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ട്രിനിറ്റേറിയൻ നമുക്കറിയാം, അന്ന് മുതൽ ട്രിനിറ്റേറിയന്റെ ഫാദർഹുഡ് എന്ന് പറയുന്നത് കാത്തലിക് ചർച്ചാണ്. അത് ഇന്ന് പെന്റക്കോസ്റ്റിൽ ഉള്ള എല്ലാ ആവിയൽ ചർച്ചുകളും അത് പിന്തുടരുന്നു. എന്നാൽ ഈ 2 വിഭാഗത്തിലും ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ 90% ആളുകൾ വിവിധ നിലകളിൽ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഒന്നാണ് എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ആ പ്രസംഗം കേട്ടിരുന്നു. നമ്മൾ ഇട്ട ക്ലിപ്പിൽ 90% വന്നിട്ടില്ല, പക്ഷെ 90% അവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് 90% ക്രിസ്ത്യാനികളും ദൈവം ത്രിത്വമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞു. 90% ബൈബിൾ ഉപദേശ വിഷയമായി എടുത്തിട്ടുള്ള ആളുകൾ ട്രിനിറ്റി വിശ്വസിക്കുന്നുണ്ടാവാം, പക്ഷെ 90% ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല. കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ വിശ്വസിക്കുന്നത് ദൈവം ഏകനാണ്, ആ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാണ് യേശുക്രിസ്തു എന്നാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്നുള്ള ആ ഒരു ടെർമിനോളജി വേണ്ടുവണ്ണം കൊടിത്തോട്ടം എന്നല്ല, ഈ ഒരു കാത്തലിക് ചർച്ച് മുതൽ ഇങ്ങി വരെയുള്ള ആളുകളും ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ജനത്തിന്റെ കണ്ണിൽ പള്ളിയിൽ പോകുന്നവരെന്നും ബൈബിൾ ഉപയോഗിക്കുന്നവരെന്നും കൈവട്ടി പ്രാർത്ഥിക്കുന്നവരെ എല്ലാം സാധാരണ ആളുകൾ ക്രിസ്ത്യാനികളായി വിഭജിക്കുന്നുണ്ടെങ്കിലും ബൈബിൾ അടിസ്ഥാന ഉപദേശമായി വിശ്വസിക്കുന്നവർക്കാർക്കും അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉന്നയിച്ച 2 കാര്യങ്ങൾ ആണ് എനിക്ക് ചോദിച്ച് ഉത്തരമായിട്ട് വേണ്ടിയത്. ഒന്ന്, ഇവിടെ ഈ പിതാവ് പുത്രൻ സംബന്ധിച്ച് പറയുമ്പോൾ സൃഷ്ടിയെ സംബന്ധിച്ചും പിന്നെ സൃഷ്ടിയുടെ
കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പൊ പുത്രൻ എന്ന് പറയുന്ന ഒരു ദൈവം, മുമ്പത്തെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, പുത്രനായ ദൈവമെന്നോ പരിശുദ്ധാത്മാവായ ദൈവമെന്നോ ഒരു സങ്കല്പം തന്നെ ബൈബിളിൽ ഇല്ല. അതും നമ്മൾ കണ്ടു. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ദൈവം മൂന്നാണെന്ന് പറയുന്നില്ല. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങുന്നത് തന്നെ ആവർത്തന പുസ്തകം 6:4 ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്ന യഹോവ ഏകൻ തന്നെ. ആ ഒരു വാക്യം എടുത്തുകൊണ്ട് എങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ട്രിനിറ്റി പ്രസംഗിക്കാനും, ട്രിനിറ്റിയിലാണ് എല്ലാം കുടികൊള്ളുന്നതെന്നും അതിനെ കുറച്ച് റോമിൽ ഉണ്ടായ ആ മതപരിവർത്തനം, അല്ലെങ്കിൽ ഇതിനൊരു മതമായിട്ട് ഈ മാർഗത്തെ മാറ്റുന്നത് പോലുള്ള കാര്യങ്ങളിൽ പിതാവ് പുത്രന് സമമാണ് എന്ന് പറയും. എന്നാൽ ബൈബിളിൽ നമുക്ക് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നൊരു സമത്വം നമ്മൾ എവിടെയും കാണുന്നില്ല. ഈ സമത്വത്തെ സംബന്ധിച്ച് ഇവർക്ക് തർക്കവും ഉണ്ടായി, വാദവും ഉണ്ടായി, തർക്കം അംഗീകരിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും ബൈബിളിൽ എവിടെയും പിതാവിന് സമമായി ആരുമില്ല, എനിക്ക് സമം ഞാൻ മാത്രം, മുമ്പ് സൂചിപ്പിച്ച പോലെ എനിക്ക് മുമ്പ് ഒരുത്തനുമില്ല, എനിക്ക് ശേഷവും ആരുമില്ല, ഞാൻ മാത്രം ദൈവം എന്ന് പറയുമ്പോൾ എവിടെയാണ് പുത്രൻ എന്നുള്ള നിലയിൽ എങ്ങനെ യേശു ക്രിസ്തു ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു പുത്രൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നമുക്ക് സമനായി നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള പുത്രൻ എന്നുള്ള നിലയിൽ അവൻ സർവ്വപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പിതാവിന് സമമായിരുന്നോ? ഇതാണ് എന്റെ ചോദ്യം. അങ്ങനെ ആകാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പ് അല്ലെങ്കിൽ എറ്റേണിറ്റിയിൽ തന്നെ നമുക്ക് ഈ മൂന്ന് വ്യക്തികൾ ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കണമല്ലോ കർത്താവ് പറഞ്ഞത് എന്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന ആ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയുന്നു പിതാവിന് സമൻ ആണ് പുത്രൻ എന്ന് പറയുന്നത്. ഇത് യഹോവ സാക്ഷികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് സാമ്യനാണ് എന്നാണ് പറയുന്നത്. കറക്റ്റ്. അപ്പം അവര് സമൻ ആ ഒരു കാര്യത്തിൽ ആ കൺഫ്യൂഷൻ ആയെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആരിയൂസിന്റെ ആ ഒരു മെയിൻ ഒരു വാദമാണ് അവര് എടുക്കുന്നതെന്ന് തോന്നുമ്പോഴും ഒരു ചെറിയ ദൈവം എന്നാണ് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഗോഡ് എന്നാ അവര് ചെയ്യുന്നത്, ഒരു ദേവൻ എന്ന രീതിയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നത്. നേരെ മറിച്ച് സമൻ എന്ന വാദം പറയുന്ന കൊടിത്തോട്ടം പാസ്റ്റർ തന്നെ ഇപ്പോൾ നമ്മളൊന്ന് ഗാഢമായിട്ട് ചോദിക്കുക, അപ്പൊ പുത്രനാണോ വലുത് അതോ പിതാവാണോ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ പിതാവായിരിക്കും വരുന്നതാണ്. ഏത് ലോജിക്ക് കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മളിപ്പോ ചോദിക്കാം, പിതാവും പുത്രനും, നമ്മുടെ ഒരു മനുഷ്യനായ പിതാവും പുത്രനും നമ്മൾ ആരെയാണ് ഇപ്പം മുകളിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ ആയിരിക്കും. അപ്പോൾ ഈ സമന് ഉള്ള അവരുടെ ആ ഒരു തിയോളജി അവിടെ തന്നെ പൊട്ടുകയാണ്. ബേസിക് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമ്മൾ കാണുന്നത് പിതാവായ ഏക ദൈവമേ ഉള്ളൂ. വചനത്തിൽ നമ്മൾ കാണുന്നു അവൻ സകലത്തെയും നിറയ്ക്കുന്നവനാണ് എന്ന് കാണുന്നു. സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അതായത് അവൻ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അപ്പോൾ യേശു ക്രിസ്തു സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണോ? നമ്മൾ കാണുന്നു എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ അന്ത്യഭാഗങ്ങളില് ഏകദേശം എനിക്ക് തോന്നുന്നു 20-ാമത്തെ വെർസ് കഴിഞ്ഞുള്ള വെർസിലാണ് പറയുന്നത്, അവൻ ഇവിടെ വന്ന് ഒരു പുത്രത്വം എടുത്ത് ഇവിടെ വരികയും മനുഷ്യനായി ഇവിടെ കടന്നു വരികയും പിന്നെ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായപ്പോൾ അവൻ സകലത്തെയും നിറയ്ക്കുന്നവനായി തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആത്മാവായ ദൈവം തന്നെയാണ്, അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ് എന്ന് 1 കൊരിന്ത്യർ 15 പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ കർത്താവായ യേശു ക്രിസ്തു പിതാവ് എന്നെക്കാട്ടിൽ വലിയവൻ എന്ന് പറയുന്നത്? നമ്മൾ കാണുന്നു, നമ്മൾ മുൻപ് ഓർമ്മിപ്പിച്ചു, അവനെ പോലെ ഒരു പുത്രനേ ഉള്ളൂ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും എന്ന് കാണുമ്പോൾ ഞങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ മക്കളെ പറ്റിയുള്ള റെഫറൻസ് ആണ് പറയുമ്പോൾ അവനും എന്ന് പറയുമ്പോഴത്തേക്ക് അത് മക്കളല്ല,
അത് പിതാവിനെ പറ്റിയാ പറയുന്നത്. അവനും അവരെ പോലെ, അപ്പം അവൻ അവരെ പോലെ അല്ലായിരുന്നു, അവൻ അവരെ പോലെ ആയിത്തീരുന്ന എങ്ങനെയാണ്? ജഡവും രക്തവും എടുത്തിട്ട് ഈ ലോകത്തിൽ കടന്നു വരും. അപ്പോൾ അവരെ പോലെ ജഡവും രക്തവും എടുത്തവനായി അവൻ വരികയും അവരെ മരണത്തിന്റെ ഭീതിയിൽ നിന്ന് വിടുവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കുമ്പോഴും അവൻ സിംഹാസനത്തിൽ സ്വർഗത്തിൽ ഇരിക്കുമ്പോഴും സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു മനുഷ്യൻ എന്ന ശരീരമെടുത്ത് പുത്രൻ എന്ന പദവി എടുത്ത് ഈ ലോകത്തിൽ കടന്നു വരികയും രക്ഷിതാവെന്ന നിലയിൽ ദൈവത്തിന്റെ പദ്ധതിയാൽ ആ ദൈവത്തിന്റെ രക്ഷയുടെ വേലയെ ഈ ലോകത്തിൽ ചെയ്യുകയും അതിൽ കൂടെ തൻ്റെ പുത്രന്മാരെ മരണത്തിന്റെ ഭീതിയിൽ നിന്നും, അതായത് അവർക്ക് നിത്യജീവനെ നൽകുവാൻ, അവർക്ക് ഈ ലോകത്തിലെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവൻ, അതായത് നിത്യജീവനിലേക്ക് അവരെ കടക്കുവാനും അവർക്ക് മരണത്തിന്റെ ഭീതി അതിൽ കൂടെ മാറുവാനും ഉള്ള വേലയെ ചെയ്യുവാനാണ് കർത്താവായ ദൈവം, അതായത് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരു ശരീരമെടുത്ത് ഈ ലോകത്തിൽ വന്നത്. അതാണ് നമ്മൾ പുത്രത്വം എന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ വചനം പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ ഈ ലോകത്തിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത് പിതാവ് എന്നെക്കാട്ടിൽ വലിയവൻ. എന്തുകൊണ്ടാണ്? അവൻ പുത്രൻ എന്ന പദവി എടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അവൻ തന്നെത്താൻ താഴ്ത്തി എന്നാ പറയുന്നത്. ദൈവമായിരിക്കെ അവൻ തന്നെത്താൻ താഴ്ത്തി. അപ്പൊ താഴ്ത്തിയത് എന്തുവാ? അവന്റെ പദവിയെയാ താഴ്ത്തിയത്. അവൻ മനുഷ്യനായി നിൽക്കുമ്പോൾ അവൻ ആത്മാവായ ദൈവത്തിന് അടിമപ്പെടുന്നു. അവൻ ആ ദൈവത്തിന്റെ കാര്യങ്ങളെ കേട്ട് ആ ദൈവത്തെ ദൈവമായി കണ്ട്, സകല ജഡത്തിന്റെയും ദൈവം, നമ്മൾ പറയുന്ന ഞാൻ സകല ജഡത്തിന്റെയും ദൈവം എന്ന് പറയും യെരമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സകല ജഡത്തിന്റെയും ദൈവമായ ദൈവം വചനം ജഡമായി തീർന്നപ്പോൾ ആ ജഡത്തിന്റെയും ദൈവമാണ്. ആ ജഡത്തിന്റെ ദൈവത്തെ തന്നെത്താൻ താഴ്ത്തി അടിമപ്പെട്ട് രക്ഷയുടെ വേലയ്ക്കായി തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ അവിടെ സംസാരിക്കുന്നത് മനുഷ്യത്വത്തെ പറ്റിയാ പറയുന്നത്. ആ മനുഷ്യത്വം ദൈവത്വത്തെക്കാട്ടിലും ചെറിയതാണ്. അല്ലെങ്കിൽ ഞാൻ പിതാവ് എന്നെക്കാട്ടിൽ വലിയവനാന്ന് പറയുമ്പോൾ പദവിയിൽ ആ ഒരു ദൈവത്വത്തിൽ എന്നെക്കാട്ടിൽ വലിയവനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവന് പറയുവാൻ ഞാനും പിതാവ് ഒന്നാണ്, ആത്മാവ് ഒന്നായതുകൊണ്ട് ഞാനും പിതാവ് ഒന്നാണ്. ഇത് ഒരിക്കലും യഹോവ സാക്ഷിക്കും പറയാൻ പറ്റത്തില്ല, ഇത് തൃത്വക്കാർക്കും പറയാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ ഈ രണ്ട് വാക്യം കൂടെ കൂടിച്ചേരണമെങ്കിൽ അവന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും നമ്മൾ വേറെയായി കാണാൻ നമുക്ക് പറ്റണം. അത് ആത്മാവാൽ മാത്രം ദൈവം നമുക്ക് നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ 90% ആൾക്കാര് വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ അവിടെ കാണിച്ച ഒരു കാര്യമാണ്. അവിടെ ആ ഒരു ദാസനെ പറ്റി പറഞ്ഞു കോൺട്രാ മുണ്ട്ര എന്ന് പറഞ്ഞു. ഈ ലോകം മൊത്തം ഒരു ദിശയിൽ നിന്നാൽ പോലും ദൈവവചനം എന്ത് പറയുന്നു, എന്ത് ദൈവം എന്നോട് പറയുന്നു, ഞാൻ ആ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അത് ഇന്ന് ഞാൻ കോൺട്രാ മുണ്ട്രയാണെന്ന് എനിക്ക് കാണിക്കുവാൻ സാധിക്കും. പക്ഷെ അന്ന് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കോൺട്രാ മുണ്ട്രായിട്ട് നിന്നെന്ന് ഉള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കൊന്നറിയാം, ഇന്ന് നമ്മുടെ എഴുത്തുകളാൽ ഉള്ളത് അപ്പോസ്തോലന്മാരുടെ വചനമാണ്. ആ വചനം എടുത്തിട്ട് നമുക്ക് കോൺട്രാ മുണ്ട്രായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ കോൺട്രാ മുണ്ട്രായിട്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ പറയും ഒരിക്കലും തൃത്വം വചനത്തിൽ നിന്നുള്ളതല്ല, പുത്രനായ ദൈവം എന്നുള്ള പദവി വചനത്തിലില്ല. പരിശുദ്ധാത്മാവ് വേറൊരു ആത്മാവല്ല, അത് വേറൊരു മാനിഫെസ്റ്റേഷൻ ആണ്. അതുകൊണ്ടാണ് മറ്റൊരു കാര്യസ്ഥൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ. ആ ദൈവം തന്നെയാണ് സകലരുടെ സൃഷ്ടാവ്, പിതാവായ ദൈവം. ആ ദൈവം തന്നെ പുത്രന്മാരെ പോലെ ജഡമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന് രക്ഷയുടെ വേല ചെയ്തതാണ് ഏകപുത്രൻ അല്ലെങ്കിൽ മോനോജീൻ സൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമാണെന്ന് തോന്നുന്നു. 90% ചോദ്യം അടുത്ത ഒരു ചോദ്യമായിട്ട്, ബിക്കോസ് അത് നമുക്ക് റെവലേഷൻ 17 ബന്ധപ്പെടുത്തണം. അപ്പം അടുത്ത ഒരു ബ്രീഫിങ്ങിന് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ബ്രദർ. വളരെ വ്യക്തമാണ്. ആർക്കും യാതൊരുവിധ സംശയവും ഇല്ലാതെ
ബൈബിളിനെ ഒരു പ്രത്യേകമായ ട്രിനിറ്റി കണ്ണാടി വെച്ച് നോക്കാത്ത ഏതൊരാൾക്കും, മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ബ്രദർ അതിനെ വ്യാഖ്യാനിച്ചത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ 26 മുതൽ 28 മിനിറ്റ് വരെയുള്ള 2 മിനിറ്റ് വീഡിയോ കൂടി നമുക്കൊന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നുകൂടി ഒരു ചോദ്യം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗാദറിങ് അവിടെ ഉണ്ട്. എൻ്റെ മുമ്പ് 2 ഗാദറിങ് കിടപ്പുണ്ട്. ഒന്ന് പ്രേയറിന് വന്ന 120 പേര്. അക്കാലത്ത് ഏകദേശം 120 പേരുള്ളൊരു സംഘം. അതിവിടല്ല, ഇതല്ല. അടുത്തത് വേറെ ഒരു കൂട്ടായ്മ അവിടെ തന്നെ കാണാം. അത് നമ്മൾ നോക്കിക്കോളൂ. 1ന്റെ 6 കിടപ്പുണ്ട്. ഓർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ മതി 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 ഒരുമിച്ച് അവർ കൂടി. ഇനി രണ്ടാമത്തെ ഗാദറിങ് 15-ാമത്തെ വാക്യം. മതി മതി, അത് അവിടെ 15-ാം വാക്യത്തിലാണ്, കഴിഞ്ഞ അധ്യായത്തിലാണ്. ഇപ്പം ഇവിടെ അത് കൂടുതലാകാം കുറവാകാം. 120 എന്നുള്ളൊരു മനസ്സിൽ കിടക്കുന്ന ആ ചിന്ത കറക്റ്റ് അല്ലെന്ന് പറയാനാണ് പറഞ്ഞത്. ബൈബിൾ വചനം ഉദ്ധരിക്കുമ്പോൾ ഓർക്കണം. 2 മാർക്കോസിൻ്റെ മാളികമുറി എന്നത് ട്രഡീഷനാണ്, പാരമ്പര്യമാണ്. ശരിയാണത്. കാരണം അവിടെ കിട്ടാവുന്ന അവൈലബിളായ പ്ലേസ് അതാണ്. അടുത്തത് ഈ യേശുവിന് മുമ്പ് പലയാവർത്തി വന്ന സ്ഥലം അവിടെയാണ്, വിരുന്ന് നടന്ന അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അതും അനുമാനമാണ്. മാളികയിൽ കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇപ്പോൾ അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ കൃത്യത വരാനാണ് ഞാനിതൊന്ന് വിശദീകരിച്ചത്. അതെ, അപ്പോൾ ഇനി ഇവിടെ പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് വന്നു. നമുക്കറിയാം ബേത്ലഹേമിൽ നടന്ന ചരിത്ര സംഭവം എന്തെന്നാ? യേശുവിൻ്റെ തിരുപ്പിറവി അല്ലേ. അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലം ഗോൽഗോഥയാണ്, യേശുവിൻ്റെ മരണം. ഇനിയൊരു പ്രധാനപ്പെട്ട സ്ഥലം യെരുസലേമാണിത്. എന്താ കാര്യം? ജഡത്തിൽ വന്നവൻ ജഡത്തിൽ ക്രിസ്തു ശിക്ഷയേറ്റ് മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ദൈവപുത്രന്റെ ജഡത്തിലെ പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ വീഡിയോയുടെ അവസാനത്തില് അദ്ദേഹം പറയുന്നത് ദൈവപുത്രന്റെ ജഡത്തിലെ പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു. തീർച്ചയായിട്ടും ഉൽപ്പത്തി മുതൽ, അല്ലെങ്കിൽ ദൈവമായിട്ട് ദൈവത്തെ മനുഷ്യൻ ഇന്നത്തെ സഭാ സംഘടനകൾ കണ്ടു തുടങ്ങിയ കാലം മുതൽ അവരുടെ ദൈവിക സങ്കല്പത്തിൽ 3 വ്യക്തികളുണ്ട്. ആ 3 വ്യക്തികളെ ഇടയിൽ തന്നെ ഇതേ ട്രിനിറ്റേറിയൻ പെന്തക്കോസ്തുകാരുടെ തന്നെ 3-4 വിധത്തിലുള്ള ആശയഗതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. 3 യഹോവമാരുണ്ടെന്ന് പറയുന്നവരുണ്ട്. 3ഉം യഹോവയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒരാൾ യഹോവയായിരുന്നു, മറ്റേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്നുള്ള വേർഷനുകൾ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഈ 3 എൻറ്റിറ്റികളും ഒരേപോലെയുള്ള ഈക്വൽ സമന്മാരായിട്ടാണ് അവര് അതിനെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ എറ്റേണിറ്റിയിൽ തന്നെ ഈ 3 പേരുണ്ടായിരുന്നു. അതുകൊണ്ടും ആ 3-ൽ ഒരുവനാണ് ദൈവപുത്രൻ. ആ ദൈവപുത്രനാണ് ജഡത്തിൽ പ്രത്യക്ഷനായത് എന്നാണ് ഈ അദ്ദേഹം പറഞ്ഞു വെച്ചത്. വാസ്തവത്തിൽ ദൈവപുത്രൻ ജഡത്തിൽ പ്രത്യക്ഷനായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനെ തെളിയിക്കാൻ കഴിയുന്ന, അതിന് ഉപോത്ബലകമായിട്ടുള്ള ഏതെങ്കിലും തിരുവെഴുത്തുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും? കാണിച്ചു. താങ്ക് യു. അത് നല്ലൊരു ചോദ്യമാണ്. അത് ഞാൻ 26 മുതൽ പ്ലേ ചെയ്യാനും ഒരു കാരണമുണ്ട്. ആ 26 മുതൽ നമ്മൾ അവിടെ കാണുന്നത്, അദ്ദേഹം കുറെ സാഹിത്യമൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അത് മർക്കോസിന്റെ മാളിക മുറിയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ആ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിന് മുമ്പേ ഈ അപ്പോസ്തോലന്മാർക്ക്
ഒന്നും തിരിയാത്ത ആൾക്കാരായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഈ 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ ഒരേ ആളുടെ 2 ലേഖനമാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന് നമ്മൾ പറയുന്നതും അപ്പോസ്തല പ്രവൃത്തി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ വളരെ വ്യക്തമാണ് അവരുടെ വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരിൽ വന്ന ആ പരിശുദ്ധാത്മാവും ആ പരിശുദ്ധാത്മാവിൽ കൂടെ വന്ന വെളിപ്പാടും അത് കഴിഞ്ഞിട്ട് ഉള്ള വിശ്വാസമാണ് അവർ ഏറ്റെടുത്തതെന്ന് ഒരു ഭാഗത്ത് പറയുകയും 90% അവരെ തന്നെ ഇൻക്ലൂഡ് ചെയ്തും, ഇത് രണ്ടുമാണ് വലിയ കോൺട്രഡിക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ 90% എന്നുള്ള കാര്യം പറയുന്നു, പക്ഷെ യെരുശലേമിലെ സഭ അതിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള അപ്പോസ്തോലന്മാരുടെ വെളിപ്പാടിനകത്തെ കാര്യങ്ങൾ എടുത്തു മാറ്റിയിട്ട് പിന്നെ ഈ 90% ഉള്ള ആൾക്കാരുടെ വിശ്വാസം എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് വേർപാടിൽ ജീവിക്കുന്നത് എന്ന് തന്നെ പെന്തക്കോസ്താണെന്നും വേർപാടിൽ ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പിസ്കോപ്പൽ സഭയെ തന്നെ അതിൽ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ അതിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവപുത്രൻ ജഡത്തിൽ വന്നു എന്നുള്ള വചനമുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാം. ദൈവികത്വത്തിന്റെ ഏറ്റവും വലിയ മർമ്മം 1 തിമോത്തി അതിന്റെ 3:16 ദൈവികത്വത്തിന്റെ ഏറ്റവും വലിയ മർമ്മം, അതായത് മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത കാര്യം, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യം ഏറ്റവും വലിയ മർമ്മമാണ്. അത് ചിലർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതിനകത്ത് ദൈവപുത്രന്റെ ഏറ്റവും വലിയ മർമ്മം എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ദൈവികത്വത്തിന്റെ. അപ്പൊ ദൈവം എത്ര ദൈവമുണ്ട്? ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള സെന്റൻസ് ആണ് അവൻ ജഡത്തിൽ പ്രത്യക്ഷനായി. അപ്പോൾ ആരെ പറ്റിയായിരിക്കും പറയുന്നത്? ദൈവത്തിൽ ഉള്ള വേറെ ഒരു വ്യക്തിയെ പറ്റിയാണോ പറയുന്നത്? അല്ല, ദൈവം ഒന്നേ ഉള്ളൂ. ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ല, എനിക്ക് മുൻപ് ഒരു ദൈവമില്ല, എനിക്ക് പിൻപ് ഒരു ദൈവമില്ല, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവില്ല. അപ്പൊ രക്ഷിതാവായിരിക്കണമെങ്കിൽ ദൈവം മാത്രമേ ആയിരിക്കണം. ദൈവം തന്നെയാണ് രക്ഷിതാവായി വരാൻ പോകുന്നത്. അപ്പൊ ദൈവികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു ആത്മാവായ ദൈവത്തെ മാത്രമാണ് നമ്മൾ ദൈവമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവൻ ജഡത്തിൽ പ്രത്യക്ഷനായി അത് ഏറ്റവും വലിയ മർമ്മമാണെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് മർമ്മമായത് ആർക്കാ കിട്ടുന്നത്? പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക്. ആ അനിൽ കൊടിത്തോട്ടം ബ്രദർ തന്നെ പറയുന്നുള്ളൂ, പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക് മാത്രമേ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാളിക മുറിയിൽ ഇരുന്നിട്ട് ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേളില് എന്തുവാന് പറയുന്നേ നാക്ക് പോലെ ജലിക്കുന്ന നാക്ക് പോലെ കടന്നു വരികയും ആ ജലിക്കുന്ന നാക്കിൽ കൂടെയാണ് ആ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തിയിൽ കൂടെയാണ് അവർക്ക് സത്യം വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത്. അങ്ങനെ സത്യം വെളിപ്പെടുത്തിയവരാണ് പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണെന്നും അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് അവിടെ പറയുന്നത്. അപ്പൊ അവർക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം യേശു ക്രിസ്തു തന്നെയാണെന്ന് പറയുന്നു. ആ ദൈവം പിതാവാണെന്ന് പറയുന്നു. ആ ദൈവം തന്നെ പുത്രനായി ലോകത്തിൽ കടന്നു വന്നു എന്ന് പറയുന്നു. ആ പരിശുദ്ധാത്മാവും അവൻ തന്നെയാണ്. അവരിൽ വന്ന് വസിക്കുവാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് അവർക്ക് ആ സമയത്ത് അറിയുവാൻ. അതുകൊണ്ടാണ് ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ ദൈവത്തിന്റെ നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് അവർക്ക് അവിടെ വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരിക്കലും ഇത് വെളിപ്പെടുത്തില്ല. 90% കൂടാൻ സാധിക്കും, അത് ശരിയാ. 90% ആരാണ്? നമ്മൾ കാണുന്നത് റോമിലുള്ള സഭയാണ്. അത് നമ്മൾ കാണുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ ഒരു സഭ ഒരു സ്ത്രീ ആയിട്ട് പറയുന്നു. സ്ത്രീ തന്നെയാണ് സഭയായിട്ട് ഉപമിക്കപ്പെടുന്നത്. ആ സ്ത്രീ ഒരു ആഗോള സഭയാണ്, കാത്തലിക് ആണ്, അവൾ യൂണിവേഴ്സൽ ആണ്. അവൾ യൂണിവേഴ്സൽ ആന്ന് പറയുമ്പം അവളാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് മൊത്തം ഉള്ളത്. അത് നമുക്കൊരു സംശയമില്ല. ഏറ്റവും കൂടുതലുള്ള സഭ ഏതാണ്? ആ റോമിൽ നിന്ന് വരുന്ന സഭ തന്നെയാണ്. അത് തന്നെയാണ് പെന്തിക്കോസ് സഭ എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ സഹോദരൻ നമ്മളോട് പറയുന്നു. ഞങ്ങൾ അതിന്റെ ഭാഗം തന്നെയാണ്. ഞങ്ങൾ 90% ഭാഗമാണ്. താങ്ക് യു. അത് പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഭ ആഗോള സഭയാണ്.
ആ സഭ രാജാക്കന്മാരുടെ കൂടെ നിൽക്കുന്നതാണ്. കോൺസ്റ്റന്റൈന്റെ സമയം പോലെ ഭൂമിയിലെ ശക്തിയുടെ കൂടെയും രാജാക്കന്മാരുടെയും കൂടെ അവൾ വ്യഭിചാരം ചെയ്തവളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അവളുടെ വിശ്വാസം അല്ല അവൾക്ക് വലുത്, അവൾക്ക് അതിൽ നിന്നും കിട്ടുന്ന നേട്ടങ്ങളാണ് അവൾക്ക് വലുത്. അതുകൊണ്ട് അവൾ ഒരു രാജാക്കന്മാരുടെ കൂടെ വ്യഭിചാരം ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ആത്മീയ വ്യഭിചാരത്തെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. പിന്നെ പറയുന്നു അവക്ക് പല പെൺമക്കളുണ്ട്, അവൾ അമ്മയും പെൺമക്കളുമാണ്. അപ്പൊ അവളിൽ നിന്നും പിരിഞ്ഞു വന്ന പല സഭകളുണ്ട്. അതാണ് ഈ 90%. മാതാവും അവളുടെ മക്കളുമാണ് 90% സഭ. അപ്പോൾ അവിടെ പിന്നെ പറയുന്നുണ്ട് അവൾ ഇരിക്കുന്നത് ഒരു നഗരത്തിലാണ്. ആ നഗരം ഒരു 7 മലയുടെ നഗരമാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു, റോമൻ കത്തോലിക്ക സഭ എഴുതിയ ബൈബിളിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് അത് റോമിനെ പറ്റി ആണ് പറയുന്നത് എന്ന് പറയുന്നു. അപ്പോൾ റോം എന്ന എംപയറിൽ നിന്നും ഉദിച്ച നിഖ്യ എന്ന നഗരം, അതിന്റെ നിഖ്യ എന്ന നഗരത്തിൽ ഉത്ഭവിച്ച ആ ഒരു സഭയാണ് ഈ 90% സഭ. ആ 90% സഭയുടെ ഭാഗമാണെന്ന് അനിൽ കോടിത്തോട്ടം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരോടും പറയുന്നു. ഞങ്ങൾ പെന്തക്കോസ്ത് അല്ലെങ്കിൽ അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ ഭാഗമല്ല, ഞങ്ങൾ ആ 90%ത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ഇത് അപ്പോസ്തോലിക വിശ്വാസം അല്ല. അപ്പോസ്തോലിക വിശ്വാസം യെരുശലേമിലാണ് തുടങ്ങിയിരിക്കുന്നത്, റോമിലല്ല തുടങ്ങിയിരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 24 പിന്നെ 1-ാമത്തെ അധ്യായം അപ്പോസ്തോല പ്രവൃത്തിയിലും 2-ാമത്തെ പ്രവൃത്തിയിലും അതിന്റെ അടിസ്ഥാനമിട്ട സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ. അതിൽ നിന്നും മാറി സഞ്ചരിച്ചാൽ ഇതുപോലെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ 3 വ്യക്തികൾ, അതിനകത്ത് പരിശുദ്ധാത്മാവിനെ വരെ വ്യക്തിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അവൻ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു വ്യക്തിയായി പോലും. അതൊക്കെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പറ്റി ഈ ഭോഷ്ക് പറയുന്ന രീതിയിൽ പറയുവാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ആത്മാവിനെ ഒരിക്കലും അവൻ എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. അവൻ എന്ന് നമ്മൾ സാധാരണ ഒരു ലീഗൽ ടേമിൽ വിളിക്കുമ്പോൾ പോലും ഒരു മനുഷ്യനെയാണ് നമ്മൾ അവൻ അല്ലെങ്കിൽ പേഴ്സൺ എന്ന് നമ്മൾ കൊടുക്കുന്നത്. ഒരു മൃഗത്തെ പോലും നമ്മൾ അവൻ എന്ന് വിളിക്കാറില്ല. അപ്പോൾ ആത്മാവിനെ അവൻ എന്ന് വിളിച്ചത് കൊണ്ട് ഒരു വ്യക്തിയായി തീർന്നു. അപ്പോൾ അത് ഭാഷയുടെ പരിമിതിയെ മനസ്സിലാക്കാതെ, ആത്മാവിന്റെ ആ വിവേചനം ഇല്ലാതെ ഒരു ഭാഷയുടെ രീതിയിൽ തന്നെ ഒരു ആത്മാവിനെ എങ്ങനെ വിവേചിച്ചെടുക്കുന്നു, അതുകൊണ്ടുണ്ടാവുന്ന മിസ്റ്റേക്കുകളാണ്. 90% എന്ന് പറയുമ്പോൾ അവർ റോമിലെ സഭയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഈ കാര്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി നമ്മളൊരു ഈ യെരുശലേമിൽ തുടങ്ങിയ സഭയെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ഇതിനകത്ത് അത് വന്നതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ 1 മണിക്കൂർ സമയമായിട്ടുണ്ട്. എന്തായാലും വളരെ വ്യക്തമാണ്. വീഡിയോ കാണാൻ അവസരം കിട്ടുന്ന ഏതൊരാൾക്കും സത്യവചനം യഥാർത്ഥമായി പരിശോധിച്ചിട്ട് സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തത്. അതില് നല്ല ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ക്ലിയർ ആയിട്ട് കർത്താവിന്റെ ദാസൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങൾ കർത്താവിനെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. നിങ്ങളും ഈ വീഡിയോ കേൾക്കുകയും മുഴുവൻ ഇതിന്റെ അവസാനം വരെ കേൾക്കുകയും ഇത് അങ്ങനെ തന്നെ ഒന്ന് ബൈബിൾ പരിശോധിക്കുകയും നിങ്ങൾക്കത് ദൈവഹിതത്താൽ മനസ്സിലാകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ഇതിനെ ലൈക്ക് ചെയ്തൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതൊരു മിനിസ്ട്രിയാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്കും ഈ സത്യവചനത്തോടൊപ്പം നിൽക്കാം. കാരണം 1-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കപ്പെട്ട യഥാർത്ഥ സത്യസഭ മാത്രമാണ് ആ ഉപദേശത്തിലും ആ വിശ്വാസത്തിലും ആ വിശുദ്ധിയിലും നിൽക്കുന്ന ഒരു സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഇനിയും പ്രത്യക്ഷമാകുന്നത്. അതിനൊരു ശേഷിപ്പുണ്ട്. അത് 90% അല്ല, ശേഷിക്കുന്ന 10% ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല. അത് വളരെ വിരളമായിരിക്കും. അത് ദൈവത്താൽ മുൻകുറിക്കപ്പെട്ട, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട, ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു ചെറിയ കൂട്ടമായിരിക്കും. അത് എത്ര ശതമാനം നമുക്ക് പറയാൻ കഴിയില്ല. സ്കാറ്റേർഡ് ആയി വേൾഡ് വൈഡ് അത് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സത്യം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ.
നിങ്ങൾ 90%-യോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ശതമാനത്തിന്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നശിച്ചു പോകും എന്നുള്ളതാണ് ബൈബിൾ മുൻകാലങ്ങളിൽ നിന്നും നമുക്ക് നൽകുന്ന പാഠം. അതിന് നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ ഒരു മുൻകുറിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു ശേഷിപ്പ് മാത്രമാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അന്നും ആ സത്യത്തെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തത് ബഹുഭൂരിപക്ഷം വരുന്ന യഹൂദന്മാരാണ് എങ്കിൽ, ഇന്ന് അതേ യഹൂദന്റെ പാത പിന്തുടരുന്ന ജാതികൾ ഉപദേശത്തിന്റെ കാര്യത്തിൽ യഹൂദന്റെ പോലെ തന്നെ സത്യത്തോട് മറുക്കുന്ന ജാതീയ ക്രൈസ്തവ സഭകൾ ഇന്ന് ചെയ്യുന്നതും യഹൂദൻ യേശു ഭൂമിയിൽ പ്രത്യക്ഷമായപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെയാണ്. അപ്പോ വെളിപ്പാടില്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല. യേശുവിനെ യഹോവ എന്ന് പറയാൻ കഴിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടാവണം. ആ ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ, സ്വതന്ത്രമായി നിങ്ങളുടെ സഭയെയും പാസ്റ്ററെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഭയപ്പെടാതെ സത്യസന്ധമായി നമ്മുടെ ഹൃദയത്തോടെ ബൈബിൾ പരിശോധിച്ച് സത്യത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കൽ വരും വരെയും കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.